ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ അതായത് ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് ഒരുപാട് വിവാദമുണ്ടായി. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ആണ് ജാസ്മിൻ ജാഫർ ക്രിയേറ്റ് ചെയ്ത റീൽ. നോർമലി എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്യുന്നത് പോലെ. പക്ഷേ സംഭവം ഗുരുവായൂർ ക്ഷേത്രകുളത്തിലായതുകൊണ്ട് ആകെ വിവാദമായി. അതായത് ക്ഷേത്രകുളം അശുഭമായെന്നും പറഞ്ഞ് ഭക്തർക്ക് വിലക്ക് വരെ ഏർപ്പെടുത്തുകയും ദേവസ്വം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തോ പരിസരത്തോ ഫോട്ടോ വീഡിയോഗ്രഫി ഒന്നും നടത്തരുതെന്ന് ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഹൈക്കോടതിയും ഇതിനെ തുടർന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ജാഫർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ വിവാഹ ചടങ്ങുകൾക്ക് ഇതിൽ ചെറിയ എക്സംഷൻ ഉണ്ട്. അതായത് അവർക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ അനുമതിയുണ്ട്. ശരിക്കും ഇവിടെ നടക്കുന്നത് ഒരു പക്ഷാഭേദമല്ലേ? അതായത് വിവാഹം പോലുള്ള ചടങ്ങ് നടത്തുന്നവരും സാധാരണ ജനങ്ങളും തമ്മിൽ. കാരണം വിവാഹം നടത്തുന്നവർ ക്ഷേത്രത്തിന് നിശ്ചിതമായൊരു തുക കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഫോട്ടോ വീഡിയോഗ്രഫി എടുക്കാം. അവിടെ അശുഭമൊന്നും ആകില്ല. പക്ഷെ സാധാരണക്കാരനായ ജനങ്ങൾ അവിടെ ഫോട്ടോ വീഡിയോ എടുത്താൽ അവിടെ അശുഭമാവും. ഇതെന്തൊരു നിലപാടാണ്? അതുകൊണ്ട് മാരേജ് പോലുള്ള പരിപാടികൾക്കും ഫോട്ടോഗ്രാഫി അനുവദിക്കരുത്. കേരളത്തിന് പുറത്തുള്ള ഏതൊരു അമ്പലത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് കയറണമെങ്കിൽ തന്നെ നമ്മൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് പുറത്തേൽപ്പിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അതിനുള്ള സജ്ജീകരണം അമ്പലത്തിന്റെ അകത്താണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു ഭക്തർ അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ അമ്പലത്തിന്റെ പരിസരമൊക്കെ ഫോട്ടോ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ ഭക്തരും വരുന്നത് പല പല സ്ഥലത്തു നിന്നാണ്. ചിലപ്പോൾ ദൂരെ നിന്നുമാകാം. അപ്പോൾ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ അവർ നോർമലി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ജാഫർ ചെയ്തത് തെറ്റല്ല. ഓരോ അമ്പലത്തിനും അതിൻ്റെതായ പവിത്രതയും മഹിമയും ഉണ്ട്. അതൊക്കെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള അമ്പലങ്ങളിൽ ചെയ്തേക്കുന്നത് പോലെ കോമ്പൗണ്ടിന്റെ അകത്ത് കയറും മുമ്പ് തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് തടയാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.